ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് ലയശ്രീ. യഥാർത്ഥ പേരല്ല. എനിക്ക് 28 വയസ്സുണ്ട്. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 4 വർഷമായി. രാജസ്ഥാനിലാണ് ഭർത്താവ് വർക്ക് ചെയ്യുന്നത്. അവിടെ പോയി ഞാൻ കുറച്ച് നാൾ നിന്നിരുന്നു. പക്ഷേ എനിക്ക് അവിടുത്തെ കാലാവസ്ഥയൊന്നും ചേരില്ല മാഡം. അതുകൊണ്ട് ഞാൻ നാട്ടിൽ വന്ന് നിൽക്കാൻ തീരുമാനിച്ചു. എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ അമ്മായിച്ചനും അമ്മായിമ്മയും ഉണ്ട്. അവർ തമ്മിൽ നല്ല പ്രായവ്യത്യാസമുണ്ട്. അമ്മായിമ്മയെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവിൻ്റെ സഹോദരിയാണെന്നേ പറയുകയുള്ളൂ. പക്ഷേ അമ്മായിപ്പനെ കണ്ടു കഴിഞ്ഞാൽ ഒരു പടുവൃദ്ധനും. അതെന്താ അങ്ങനെയെന്ന് ഞാൻ അമ്മായിമ്മയോട് ചോദിച്ചപ്പോൾ അമ്മായിമ്മ പറഞ്ഞു, എൻ്റെ പൊന്നു മോളെ, പണ്ടൊക്കെ അങ്ങനെയല്ലേ, തറവാടുത്തോ ജോലിയൊക്കെ നോക്കി കല്യാണം കഴിപ്പിക്കുക. എത്ര വയസ്സ് മൂത്താണെന്നും ആരും ആലോചിക്കില്ല. പിന്നല്ലേ അതിൻ്റെ ഭവിഷ്യത്തുകളൊക്കെ അറിയുന്നത്. പണം കണ്ടു കഴിഞ്ഞ്, ജോലി കണ്ടു കഴിഞ്ഞ് പിന്നെ ഒന്നും നോക്കിയില്ല, എന്നെയും കെട്ടിച്ചിട്ടു. അപ്പോൾ കല്യാണം കഴിക്കുമ്പോൾ അമ്മയ്ക്ക് വലിയ വിഷമമായിരുന്നു. ഓ, എന്തിനു വിഷമിക്കണം, നിൻ്റെ ഭർത്താവിനേക്കാൾ സുന്ദരനായിരുന്നു എൻ്റെ ഭർത്താവ്. അന്നൊന്നും പ്രശ്നമില്ലടി. പിന്നെ പോകെ പോകെ ഈ അടുത്ത കാലത്തൊക്കെ പ്രശ്നം തുടങ്ങിയത്. പെട്ടെന്ന് അമ്മായിമ്മ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പ്രശ്നമാണെന്നും. അമ്മായിമ്മ ചമ്മി എന്നെ നോക്കി. എന്ത് പ്രശ്നമാണ് പുള്ളിയുടെ ഓരോ മോശമായിട്ട സ്വഭാവം. എനിക്ക് മനസ്സിലായി അമ്മായിമ്മ എന്താ ഉദ്ദേശിച്ചതെന്ന്. എന്നിട്ട് ഞാൻ ചിരിക്കുന്ന കണ്ടിട്ട് നീ എന്നെ കളിയാക്കി ചിരിക്കല്ലേ. എനിക്ക് മനസ്സിലായിടി നീ എന്താ ഉദ്ദേശിച്ച മനസ്സിലെന്ന്. എന്നിട്ട് നീ എന്താ കാണിച്ചത്? ഞാൻ എന്ത് കാണിച്ചമ്മേ? അല്ല എടി, കല്യാണം കഴിഞ്ഞ് സ്വന്തം ഭർത്താവിനെ കൂടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നന്നായി നടത്തേണ്ട നീയെ രാജസ്ഥാനിൽ അവനെ കളഞ്ഞിട്ട് ഇവിടെ വന്നിരുന്ന് പപ്പടത്തിന് കോരിട്ട് കുത്തുന്നു. അത് ശരിയാണോ മോളെ എന്ന് ചോദിച്ചു. അതെനിക്ക് കാലാവസ്ഥ പിടിക്കാത്തത് കൊണ്ടല്ലേ അമ്മേ. കാലാവസ്ഥയാണോ പിടിക്കാത്തത്, വേറെന്തെങ്കിലും ആണോ പിടിക്കാത്തതെന്ന് ആർക്കറിയാം. പണ്ടേ എൻ്റെ മകളൊരു മരവാഴയാണ്. അതെന്താ അമ്മ എങ്ങനെ പറഞ്ഞത്? എടി, സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ടേ ഒരു പെണ്ണുങ്ങളുമായിട്ട് കൂട്ടില്ല, പ്രണയമില്ല, ഒന്നുമില്ല. വീട്ടുകാർ കല്യാണം കഴിക്കാൻ പറഞ്ഞപ്പം കല്യാണം കഴിച്ചു. എന്താണോ സംഭവിക്കുന്നത് അമ്മേ, അത് നല്ല കാര്യമല്ലേ. എനിക്ക് ചേട്ടനോട് യാതൊരു പ്രശ്നവുമില്ല. അവിടുത്തെ കാലാവസ്ഥയുടെ മാത്രം പ്രശ്നമാണ്. എടി, ആണുങ്ങൾ അടുത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന കാലാവസ്ഥയേക്കാൾ പെണ്ണിന് എന്താ വേണ്ടത്? നീ എന്തായാലും ചെയ്തത് ശരിയായില്ലെന്ന് അമ്മ ഇങ്ങനെ പറയരുത്. പിന്നെ അമ്മ പറഞ്ഞു, പോട്ടെ, ഞാനങ്ങ് പറഞ്ഞതാണ്. നീ ഇവിടെ നിൽക്കുന്നത് എനിക്കൊരു ആശ്വാസം തന്നെയാണ്. അല്ലെങ്കിൽ നിൻ്റെ അമ്മായിപ്പൻ്റെ വൃത്തികെട്ട വർത്തമാനം കേട്ടുണ്ട് ഞാൻ എത്ര കാലം ഇവിടെ കഴിയും? എനിക്ക് വേണ്ട ആരുടെങ്കിലും മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാൻ എന്ന് പറഞ്ഞു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ തമ്മിൽ ആശയവിരുദ്ധമായ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങളുണ്ടാകും. അത് നീണ്ടു നിൽക്കുകയില്ല. അങ്ങനെ ഒരു സമയത്താണ് അവിടെ പിക്കപ്പും ഓട്ടോയൊക്കെ സ്വന്തമായിട്ടുള്ള ഒരു ചെക്കനുണ്ട്. ചെക്കൻ എന്ന് പറയുമ്പോൾ അങ്ങേർക്ക് ഒരു 24 വയസ്സുണ്ട്. പക്ഷേ പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ്. 22ാമത്തെ വയസ്സിൽ തന്നെ അവൻ കല്യാണം കഴിച്ചു. അടുത്ത് തന്നെയാണ് പെണ്ണ്. വലിയ സാമ്പത്തികമൊന്നും ഇവനില്ല. അതുകൊണ്ട് തന്നെ വീട്ടുകാർക്ക് ആദ്യം കല്യാണത്തിന് എതിർപ്പുണ്ടായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ വലിയ കോലാഹലം സൃഷ്ടിച്ചാണ് ഇവർ ഒളിച്ചോടിപ്പോയത്. ഇത്രയും ചെറിയ പ്രായത്തിൽ കല്യാണം കഴിച്ചവരെ ഞങ്ങളുടെ അടുത്ത് അധികം ആരുമില്ല. പിന്നീട് വീട്ടുകാരൊക്കെ ഒത്തുചേർന്ന് അവന് പിക്കപ്പും ഓട്ടോറിക്ഷയും പിന്നെ സ്പെയർ പാർട്സിൻ്റെ ഒരു കടയും ഇട്ടുകൊടുത്തു. അങ്ങനെ ഇപ്പോൾ കൊച്ചു മുതലാളിയായിട്ട് വിലസുകയാണ്. എങ്കിലും അവൻ പഴയതുപോലെ തന്നെയാണ്. കുറേ സ്റ്റൈലൊക്കെ മാറിയിട്ടുണ്ട്. കണ്ടാൽ ഓട്ടോ ഡ്രൈവറാണെന്ന് പറയുകയില്ല. സിനിമയിൽ നിന്ന് മേക്കപ്പ് ഇട്ട് ഇറങ്ങി വന്ന നടനാണെന്ന് പറയും. എന്നാലോ വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. കണ്ടു കഴിഞ്ഞാൽ വലിയ എന്തോ ആളാണെന്ന് തോന്നും. എന്ത് ചെയ്യാനാണ്, ഓരോരുത്തർക്ക് ഇങ്ങനെയാണ്. സൗന്ദര്യം കൂടുതൽ കൊടുക്കും, അപ്പോൾ ബുദ്ധിയും മറ്റു കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. ബുദ്ധി കുറവായിരിക്കുമെന്ന് പറയാൻ പറ്റില്ല, പഠിത്തം കുറവാണ്, അത്രയേ ഉള്ളൂ. എന്തായാലും അവൻ ഞങ്ങൾക്ക് പല സഹായങ്ങളും ചെയ്യാറുണ്ട്. എന്തെങ്കിലും കൊണ്ടുവരാനുണ്ടെങ്കിലും ഓട്ടോയാണെങ്കിലും ഞങ്ങൾ വിളിക്കും. ഞങ്ങളുടെ വീടിന് ചേർന്ന് അമ്പിളി ചേച്ചി എന്ന് പറഞ്ഞ ചേച്ചിയുണ്ട്. ആ ചേച്ചിക്ക് 40 വയസ്സുണ്ട്. ഹസ്ബൻഡ് മരിച്ചു പോയതാണ്. 5-6 വർഷമായിട്ട് തനിയാണ് താമസം. ഒരു മകനുള്ളത് ഭർത്താവിൻ്റെ വീട്ടിലാണ്. എന്തായാലും പുള്ളിക്കാരിക്ക് ഇത്തിരി അഴകൊടമ്പൻ സ്വഭാവമുള്ളതായിട്ടാണ് അറിയപ്പെടുന്നത്. ഇടയ്ക്കിടയ്ക്ക് അജേഷിൻ്റെ ഓട്ടോയിൽ കയറി വന്നിറങ്ങും. എന്നിട്ട് അവനോട് അവിടെ നിന്ന് സുള്ളുന്നത് ഞാനും അമ്മായിമ്മയും ഒക്കെ കണ്ടിട്ടുണ്ട്. ചില സമയത്ത് അവരുടെ കുഴച്ചിലങ്ങ് കൂടും. അപ്പോൾ എൻ്റെ അമ്മായിമ്മ പറയും, കൊച്ചി ഇറക്കനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവക്കങ്ങ് തുള്ളാട്ടം. ആ ചെക്കനാണെങ്കിൽ ചെറുപ്പത്തിൽ ഒളിച്ചോടി പോയതാണ്. ഇനിയിപ്പം എവിടെയാണോ കിട്ടുന്നത് എന്ന് നോക്കി നടക്കുകയാണ്. എന്ത് പറയാനാണ് ഇപ്പോഴത്തെ കാലത്തെ ഓരോരോ പേയ്ക്കുത്തുകൾ, എന്ത് പറയാനാ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പറയും. എന്നാൽ അജേഷിൻ്റെ ഓട്ടോയിൽ മറ്റോ ഞങ്ങൾ കയറുമ്പോൾ അമ്മായിമ്മ, എന്തുകൊണ്ട് മോനെ വിശേഷം, സുഖമാണോടാ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. അവൻ്റെ വൈഫ് വർക്ക് ചെയ്യുന്നുണ്ട്. എന്തായാലും അവൻ അവിടുത്തെ ഒരു താരം തന്നെയാണ്. അവൻ പോകുന്നത് കണ്ടാൽ ആരായാലും ഒന്ന് നോക്കും. ഞാനും മറ്റു മോഹങ്ങളൊന്നുമില്ലെങ്കിലും അവനെ നോക്കാറുണ്ട്. പിന്നെ അമ്പിൾ ചേച്ചിയൊക്കെ വളയ്ക്കാൻ ശ്രമിക്കുന്ന ആളെ നമ്മൾ വളച്ചു കഴിഞ്ഞാൽ നമ്മുടെ പേരും പേരുദോഷമാകും എന്നുള്ളത് കൊണ്ട് ഞാൻ ശ്രദ്ധിക്കാൻ പോയിട്ടില്ല അധികം അങ്ങോട്ട് ഡീപ്പായിട്ട്. ഇങ്ങനെ ഇരിക്കുകയാണ് അമ്പിൾ ചേച്ചിയും എൻ്റെ അമ്മായിമ്മയും തമ്മിൽ എന്തൊക്കെയോ പറഞ്ഞ് ഭയങ്കര വഴക്ക്.
കൂടുതലും കരിയില വീഴുന്നു, മാങ്ങ വീഴുന്നു എന്നൊക്കെ പറഞ്ഞാണ് തുടങ്ങിയത്. അവസാനം രണ്ടുപേരും കൂടെ മുടിഞ്ഞ തെറിവിളിയായി. തെറിവിളി മുറിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്പിളി ചേച്ചി പറഞ്ഞു, എടീ നിനക്ക് കൊച്ചു പിള്ളേരെ വിളിച്ച് കയറ്റുമല്ലേടി പരിപാടിന്ന്. മേൽ ഇത്തരം കാര്യം എന്നോട് പറഞ്ഞേക്കരുത്, ഇല്ലാത്ത കാര്യം പറഞ്ഞു വന്നാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറുമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്പിളി ചേച്ചി പറഞ്ഞു, ആരുടെ സ്വഭാവം മാറുന്നത്? നിങ്ങളുടെ സ്വഭാവം ഒട്ടും മാറില്ല. ഓട്ടോ ഡ്രൈവർ അവൻ എപ്പോഴും നിങ്ങളുടെ വീട്ടിൽ വരാറില്ലേ? ഏത് ഓട്ടോ ഡ്രൈവർ? എന്താണ് നീ പറഞ്ഞത്? ആ അജേഷിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. ആ ചിക്കൻ രാത്രി നിങ്ങളുടെ മതിൽ ചാടുന്നത് എത്ര വട്ടം കണ്ടിട്ടുണ്ട്? അത് നിങ്ങളെയല്ലേ അതോ നിങ്ങളുടെ സുന്ദരിക്കോത മരുമോളെയാണോ എന്ന് ചോദിച്ചു. അത് കേട്ടുകൊണ്ട് ഞാൻ ചാടി ഇറങ്ങി ചെന്നു. ചേച്ചി തോന്നിയസം പറയരുത്, നിങ്ങൾ രണ്ടും കൂടെ വഴക്കുണ്ടാക്കുന്നെങ്കിൽ നിങ്ങൾ വഴക്കുണ്ടാക്കുക, എന്നെ ഇതിൽ പിടിച്ചിടരുത്. ഞാൻ എൻ്റെ ഭർത്താവിനെ നോക്കിയിരിക്കുന്നവളാണ്. ഭർത്താവിനെ നോക്കിയിരിക്കുന്നു. രാത്രി അവൻ മതിൽ ചാടി വരുന്നത് നിന്റെ അടുത്താണോ അതോ നിന്റെ അമ്മായിമ്മയുടെ അടുത്താണോന്ന് ഞാനും അവരുമായിട്ട് വഴക്കുണ്ടാക്കി. അവർ തറപ്പിച്ച് പറഞ്ഞു, ഒത്തിരി വട്ടം കണ്ടിട്ടുണ്ട് രാത്രി അവർ വന്ന് മതിൽ ചാടുന്നതെന്ന്. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറഞ്ഞ് അവരെ ശപിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, എടീ നിന്റെ ശാപമൊന്നും എനിക്ക് ഫലിക്കില്ല. അങ്ങോട്ട് അവൻ മതിൽ ചാടുന്നത് പലവട്ടം ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പക്ഷേ നിനക്ക് വേണ്ടി ആയിരിക്കില്ല അവൻ വരുന്നത്, പക്ഷേ നിന്റെ അമ്മായിമ്മയ്ക്ക് വേണ്ടി ആയിരിക്കുന്നു. അപ്പോഴേക്കും അമ്മായിമ്മ പറഞ്ഞു, ആ അങ്ങനെയാണെങ്കിൽ നീ എത്തി വലിഞ്ഞ് എന്ന് പറഞ്ഞ് അമ്മായിമ്മ ഒരു തെറി പറഞ്ഞു. ചുരുക്കം പറഞ്ഞാൽ അവിടെ പൂരമേളമായിരുന്നു രണ്ടുപേരും കൂടെ. അവസാനം അവർ പറഞ്ഞു, എനിക്ക് ഉറപ്പാണ് ഈ തള്ളനെടുത്താ വരുന്നത്, അല്ലെങ്കിൽ അവരിത്രയും കിടന്നിളകില്ല. എൻ്റെ പൊന്നുമോളെ നിന്നെ പറഞ്ഞത് എന്നെ ക്ഷമിക്കണം, ഇവൾക്ക് വേണ്ടിയിട്ടാണ് അവൻ മതിൽ ചാടുന്നതെന്ന്. അപ്പോഴേക്കും അമ്മായി പറഞ്ഞു, ആണെങ്കിൽ നിനക്കെന്താണ്? നീ അവനെ വല വീശി പിടിക്കാൻ വേണ്ടിയിട്ട് കുറേ കാലം കൊണ്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അവൻ വല പൊട്ടിച്ചു പോയി. നിന്റെ മോന്ത കണ്ടു കഴിഞ്ഞാൽ വരാൻ തോന്നില്ല, അതുകൊണ്ടായിരിക്കും എൻ്റെ കൂടെ വന്നെന്ന് പറഞ്ഞിട്ട് അമ്മായിമ്മ കയറിങ്ങി പോന്നു. അപ്പോഴേ എനിക്ക് സംശയം തോന്നി ആ സ്ത്രീ പറഞ്ഞതിൽ എന്തോ ഒരു സത്യമുണ്ടെന്ന്. പിന്നീട് അമ്പിളി ചേച്ചി ഞങ്ങളുമായിട്ട് മിണ്ടില്ലായിരുന്നു. ആ വഴക്കിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്പിളി ചേച്ചി പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ അമ്മയെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ അമ്മായിമ്മ പൊട്ടിത്തെറിച്ചു, സത്യം കാണുമായിരിക്കും, ഞാനെങ്ങനെ അറിയും? അവൻ മതിൽ ചാടിയെന്നാ പറഞ്ഞത്, നീ ആയിരിക്കും. അവനെ കാണുമ്പോഴേക്കും നിന്റെ നോട്ടോ ഭാവമൊക്കെ ഞാൻ ഒത്തിരി ശ്രദ്ധിച്ചിട്ടുണ്ട്. നിന്നെ തന്നെയാണ് തേടി വരുന്നത്. ചുമ്മാ അതല്ല രാജസ്ഥാനിൽ നിന്ന് എൻ്റെ മോനെ ഇട്ടിട്ട് നീങ്ങി പോകുന്നത്. ഞാൻ പറഞ്ഞ തളെ തോന്നിയ ദിവസം പറയരുത്, നിങ്ങളുടെ തുള്ളലിന് എൻ്റെ ജീവിതം നശിപ്പിക്കില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ നല്ല പിണക്കത്തിലായി. ഒരു ദിവസം അജേഷിൻ്റെ ഓട്ടോയിൽ ഞാൻ കയറി കഴിഞ്ഞപ്പോൾ അജേഷിനോട് ഞാൻ ചോദിച്ചു, അജേഷേ വീട്ടിലും നാട്ടിലുമൊക്കെ വലിയ പ്രശ്നമായിരിക്കുകയാണ്. അമ്പിളി ചേച്ചി വഴക്കുണ്ടായപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ അത് നാട്ടുകാരും കേട്ടു. ഇപ്പോൾ ഞാനും അമ്മായിമ്മയും സംശയ നിഴലിലാണ്, ഞങ്ങൾ തമ്മിൽ സംസാരിക്കുക പോലില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ചേച്ചി ഇത്തരം കാര്യങ്ങളൊക്കെ പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമല്ലേന്ന്. ഞാൻ പറഞ്ഞു, ശരി നീ സത്യം എന്നോട് പറ, എന്തായാലും നീ എൻ്റെ കൂടെ വരുന്നില്ല, എനിക്ക് അറിയാവുന്ന കാര്യമാണ്. ശരിക്കും നീ മതിൽ ചാടിയിട്ടുണ്ടോ അത് അമ്പിളി കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ എന്നോട് തുറന്ന് പറഞ്ഞു, ചേച്ചിയുടെ അമ്മായിമ്മ വിളിച്ചിട്ട് ഞാൻ 5 വട്ടം ആ വീട്ടിൽ വന്നു. 5-ാം വട്ടമാണ് ഞാൻ അമ്പിളി ചേച്ചിയുടെ മുന്നിൽപ്പെട്ടത്. അന്ന് പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചു എവിടെ പോയതാണെന്ന്. ഞാൻ ഒന്നും പറഞ്ഞില്ല. അത് ഞാൻ വ്യക്തമായിട്ട് പറയാത്തതുകൊണ്ട് അന്ന് തൊട്ട് അമ്പിളി ചേച്ചി സംശയിക്കുകയാണ്. അതുപോലെ അമ്പിളി ചേച്ചി എനിക്ക് മെസ്സേജ് അയച്ചിട്ട് അവരോട് താല്പര്യമുണ്ടെന്ന് ചോദിക്കുകയും ചെയ്തു. എനിക്ക് ആ സ്ത്രീയോട് താല്പര്യമില്ല. എന്നാലും എൻ്റെ അമ്മായിമ്മയോട് നിനക്കെങ്ങനെയാണ് താല്പര്യം തോന്നിയത്? അവൻ പറഞ്ഞു, എനിക്കങ്ങനൊന്നുമില്ലായിരുന്നു. അവരാണ് എൻ്റെ നമ്പർ ചോദിച്ച് വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത്. ആരും അറിയരുത്, അവർക്ക് അത്യാവശ്യങ്ങളുണ്ട്, അത്യാവശ്യത്തിന് ഞാൻ ഉപകരിക്കണം. എനിക്ക് നിന്നെപ്പോലുള്ള ചെക്കന്മാരെയാണ് ഇഷ്ടം, ഇതേപോലെ ലക്ഷണമൊത്തൊരു ചെക്കൻ വേറെയില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മായിമ്മ ചാറ്റ് ചെയ്തതിൻ്റെ തെളിവ് കാണിച്ചു എന്നെ. അത് കണ്ടപ്പോഴേക്കും എനിക്ക് മനസ്സിലായി അമ്മായിമ്മയുടെ മനസ്സിൽ ഒരു 18കാരി ഒളിഞ്ഞു കിടപ്പുണ്ട്. അമ്മായച്ചന് ഒന്നും പറ്റില്ല. ഈ ബാലികേറാമല ചവിട്ടി കയറാൻ അജേഷിനെ പറ്റൂ. ഞാൻ ചോദിച്ചു, ഈ നാട്ടിൽ ഇഷ്ടംപോലെ പെണ്ണുങ്ങളുണ്ടായിട്ടും അമ്മായിമ്മയെ നീ എന്തിനാ തിരഞ്ഞെടുത്തതെന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു, പ്രേമപൂർവ്വമുള്ള സംസാരമാണ്, കാതരമായ രീതിയിലാണ് മെസ്സേജ് അയക്കുന്നത്, ഒരു പ്രത്യേകതരം സ്വരമാണെന്ന് പറഞ്ഞ് വാട്സാപ്പിലെ വോയിസ് മെസ്സേജ് കേട്ടു. അമ്മായിമ്മ സത്യം പറഞ്ഞാൽ വലിയ ഒച്ചത്തിലാണ് സംസാരിക്കുന്നത്. എടാ മോനെ നീ വരുവോടാ, ഞാൻ കാത്തിരിക്കുകയാണ്, നീ വരില്ലേ എന്നൊക്കെ ചോദിച്ച് ഒരുമാതിരി വല്ലാത്ത രീതിയിൽ ഇതെന്താണ്, മറ്റേ പഴയ പടങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, ആ പടത്തിലെ നായികമാർ സംസാരിക്കുന്ന പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, കുറേ കാര്യം ഡിലീറ്റ് ചെയ്തു, ഭാര്യ കാണുന്നല്ലേ, എങ്കിലും ഞാൻ ഹൈഡ് ചെയ്തിട്ടിരുന്നതാണ്. എടാ അമ്പിളി ചേച്ചി പറഞ്ഞത് കേട്ട് നാട്ടുകാരിപ്പോൾ എന്നെ സംശയിക്കുന്നുണ്ട്, പക്ഷേ എന്ത് ചെയ്യാനാണ്, ഇതെങ്ങനെ തിരുത്തും? അപ്പോൾ അവൻ പറഞ്ഞു, ഓ എന്താ തിരുത്താനാണ്, ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ എന്നോട് ഡയറക്റ്റ് ചോദിച്ചാൽ ഞാൻ പറയും
അത് അമ്പിളി ചേച്ചി എന്നെ വളയ്ക്കാൻ നോക്കി, അത് പറ്റാത്തത് കൊണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നതാണെന്ന് അങ്ങനെ പറഞ്ഞ് ഞാൻ അത് ശരിയാക്കിക്കോളാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴാണ് എനിക്കൊരു ആശ്വാസം വന്നത്. എന്നാലും എൻ്റെ മോനെ, നിനക്ക് കിളവിമാരെയാണല്ലോ ഇഷ്ടം, പിന്നെ എൻ്റെ അടുത്ത് വരുവാണെന്നല്ലേ ആൾക്കാർ വിചാരിക്കുകയുള്ളൂ. സാധാരണ വീട്ടിൽ ചെറുപ്പക്കാരുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയല്ലേ ആണുങ്ങൾ വരിക, എന്നെ ആയിരിക്കും എല്ലാം ടാർഗറ്റ് ചെയ്യുക. പക്ഷെ നിനക്ക് കിളവിമാരല്ലേ ഇഷ്ടം. അപ്പോൾ അവൻ പറഞ്ഞു, ചേച്ചി അങ്ങനെ പറയരുത്, അവർ കിളവിയൊന്നുമല്ല, അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിയേക്കാൾ യങ്ങാണ്. മറ്റു പല കാര്യങ്ങളും ചേച്ചിക്ക് പല കാര്യങ്ങൾക്കും വിമുഖത കാണും. അവർക്ക് അങ്ങനെയൊന്നുമില്ല, വളരെ ഫ്രീ ആണ്. അവരുടെ കയ്യിലുള്ള തന്ത്രവിദ്യകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചേച്ചി ഞെട്ടിപ്പോകും. സാധാരണ പോകുമ്പോൾ ഒരു സ്ത്രീയെ കോൺസെൻട്രേറ്റ് ചെയ്താണല്ലോ പുരുഷൻ പ്രവർത്തിക്കുക. ഇതങ്ങനെയല്ല, നമ്മളെ കാത്ത് അവരിയ്ക്കുകയാണ്. നമുക്ക് വേണ്ടി എന്ത് കാര്യങ്ങൾക്കും ഒത്തിരി നേരം വീണമിട്ടുന്ന ഒരു പ്രധാന വിദുഷിയാണവർ എന്ന് പറഞ്ഞ് അവന് വിവരിച്ചു. ദൈവമേ, എൻ്റെ അമ്മായിമ്മയുടെ വായ ചീത്ത പറയാൻ മാത്രമല്ല മറ്റു പല കാര്യങ്ങൾക്കും ഉപകാരപ്പെടുമെന്ന് എനിക്ക് മനസ്സിലായി. അവരുടെ ഇളക്കം കണ്ടു കഴിഞ്ഞാൽ ഞാൻ പണ്ട് ആലോചിച്ചതാണ്, ഇവർ ശരിക്കും ഇളകുന്ന ടൈപ്പാണെന്നുള്ളതും ഇവിടെ വെളിവാകുന്നു. അപ്പോൾ നിനക്ക് ശരിക്കും പറഞ്ഞാൽ നിന്റെ ഭാര്യയേക്കാൾ ഇഷ്ടം അവരെയാണെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, അക്ഷരാർത്ഥത്തിൽ അങ്ങനെയാണ്. പക്ഷേ അവർക്ക് എന്തായാലും എന്നെ ഒരു ഭർത്താവായിട്ട് സ്വീകരിക്കാനൊന്നും പറ്റില്ലല്ലോ, എനിക്കും പറ്റില്ല. അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചത്. ആ സമയത്താണ് നാശം പിടിച്ച അമ്പിളി ചേച്ചി അത് കണ്ടുപിടിച്ചത്. അത് കഴിഞ്ഞതിൽ പിന്നെ ഞങ്ങൾക്ക് കാണാനുള്ള അവസരമൊന്നും കിട്ടിയിട്ടില്ല ചേച്ചി. ഇനി ചേച്ചി ഒന്ന് സഹായിക്കുകയാണെങ്കിൽ ഞാൻ വരാമെന്ന് ഞാനപ്പോൾ അവനോട് പറഞ്ഞു. തോന്നിയ ദിവസം പറയുന്നു, എൻ്റെ അമ്മായിമ്മ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ നിൽക്കാനോ? നീ എന്താ പറഞ്ഞത്? നീ ഇനി അവിടെ കയറുന്ന കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വേണ്ടിയിട്ടാണെന്ന് മനുഷ്യർ വിചാരിക്കും. ഈ പറഞ്ഞ കഥ ഒന്നുകൂടി സത്യമാകും. എൻ്റെ ഭർത്താവ് അങ്ങനെ പറഞ്ഞാലില്ലേ തീർച്ചയായിട്ടും എന്നെ ഡൈവോഴ്സ് ചെയ്യുമെന്നും. അപ്പോൾ അവൻ പറഞ്ഞു, ചേച്ചി ഇങ്ങനെ വെറുതെ കുത്തിരിക്കുന്നതിനേക്കാൾ നല്ലത് ഡൈവോഴ്സ് ചെയ്ത് വേറെ ഏതെങ്കിലും നല്ലൊരുത്തിനെ കല്യാണം കഴിക്കുന്നതാണെന്നും. ഞാൻ പറഞ്ഞു, എൻ്റെ ഭർത്താവിന് കുഴപ്പമില്ല, എനിക്ക് രാജസ്ഥാനിലെ ക്ലൈമറ്റ് പറ്റാത്തതുകൊണ്ടാണെന്ന്. അപ്പോൾ അവൻ പൊട്ടിച്ചിരിച്ചു. എന്തിനാണ് നീ ഇങ്ങനെ ചിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ പറഞ്ഞു, ചേച്ചിയുടെ അമ്മായിമ്മ എന്താ പറയുന്നത് അറിയാമോ? ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല. അമ്മായിമ്മ പറഞ്ഞത് ശരിക്കും അവരുടെ മകനെ കൊണ്ട് ഒന്നും പറ്റില്ല, അതുകൊണ്ട് ചേച്ചി അവിടുന്ന് എസ്കേപ്പ് ചെയ്താണെന്ന്. അതെന്താണ് അവരങ്ങനെ പറയാൻ? അപ്പോൾ നിങ്ങളുടെ അമ്മായിമ്മ എന്നോട് പറഞ്ഞു, മകന് ഒരു ഗുണവുമില്ല, അവന് എല്ലാം കുറവാണ്, അതുകൊണ്ടാണ് അവൾ അസംതൃപ്തിയായിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത്. എങ്ങനെ അവൻ്റെ കൂടെ നിന്ന് പറഞ്ഞാലും അവൾക്ക് യാതൊരു വിധത്തിലും ഒന്നും അങ്ങോട്ട് തികഞ്ഞു പറ്റില്ല, അതുകൊണ്ട് അവളിവിടെ വന്ന് നിൽക്കുകയാണ്. അവൾ എപ്പോഴാണ് മതിൽ ചാടുന്നതെന്ന് അറിയില്ല. മോനെ, നീ സൂക്ഷിക്കണം, നിന്നെ കണ്ടു കഴിഞ്ഞാൽ അവൾ പടർന്ന് കയറും. സത്യം പറഞ്ഞാൽ അവളുള്ളത് എനിക്ക് നെഞ്ചിൽ തീയാണ്. അതെന്താണ് അവരങ്ങനെ പറഞ്ഞത്? എനിക്കറിയില്ല ചേച്ചി. ചേച്ചി ഇനി എന്നെയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും കണ്ട് ഒളിച്ചോടി പോകുമോ മറ്റോ ചെയ്യുമെന്ന് അവർ പേടിക്കുന്നുണ്ടാകും. നീ എന്തൊക്കെയാണ് ഈ പറഞ്ഞത്? ഇവരുടെ മനസ്സിലിപ്പോൾ ഇങ്ങനെയാണോ? എൻ്റെ ഭർത്താവിന് ഒരു കുഴപ്പമില്ല, എന്തായാലും ഭർത്താവിന് വേണ്ടത്ര സാധൂകരണങ്ങൾ ഒന്നുമില്ലെന്നാണ് സ്വന്തം അമ്മ തന്നെ പറഞ്ഞത്. എടാ, എനിക്കതൊന്നും അറിയില്ല, എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് ചേട്ടന് ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ചിലപ്പോൾ ചേച്ചി കന്നിപ്പെണ്ണല്ലേ, അതുകൊണ്ട് പ്രശ്നമൊന്നും കാണില്ലായിരിക്കാം. പക്ഷേ സ്വന്തം അമ്മയ്ക്ക് അങ്ങനെയല്ലല്ലോ, എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, അവർക്കെങ്ങനെ എല്ലാ കാര്യങ്ങളും അറിയാമെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അവൻ ചോദിച്ചു, എടി മണ്ടി, നിനക്കെതിരെ മനസ്സിലായില്ലേ, അവർ തമ്മിൽ പണ്ടേ ചില ഇൻ്റർ കണക്ഷൻസുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, നീ എന്താ പറഞ്ഞത്? അമ്മയും മകനും തമ്മിലോ? ചേച്ചി, അവർ തമ്മിൽ നല്ല സജീവമായ സ്നേഹബന്ധമുണ്ടായിരുന്നു. പോടാ, നീ ഇങ്ങനെ ഓരോ കള്ളക്കഥകൾ പറയാതെ. കള്ളക്കഥയല്ലേ ചേച്ചി, ഞങ്ങൾ തമ്മിലുള്ള വേളകളിലൊക്കെ അവർ എൻ്റെ പേരല്ല വിളിച്ചിരുന്നത്, അവൻ്റെ പേരാണ്. അത് കേട്ട് എൻ്റെ തല കറങ്ങി. ചേട്ടൻ അങ്ങനൊന്നുമില്ല, ചേട്ടൻ പാവമാണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ പറഞ്ഞു, പാവമായിരിക്കും, അതുകൊണ്ടാണല്ലോ സ്വന്തം അമ്മയുടെ ചൊൽപ്പടിക്ക് തന്നെ അവൻ വീണതെന്ന്. എടാ, അങ്ങനെയൊന്നുമല്ല, ആണ് ചേച്ചി, എന്നോട് വ്യക്തമായിട്ട് പറഞ്ഞതാണ്. പിന്നെന്തിനാടാ അമ്മ എൻ്റെ ഭർത്താവിനെ കുറ്റം പറഞ്ഞത്? അയാൾക്ക് ആണത്തം കുറവാണെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, അത് കറക്റ്റാണ്, പക്ഷേ അമ്മ അയാളുടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നൊരു വ്യക്തിയാണ് എന്നുള്ളതും ഉറപ്പാണ്. പിന്നെ വേറൊരു കാര്യം ചേച്ചി, ഇതിനൊന്നും ആയിരിക്കില്ല അമ്മയുടെ കളം. അമ്മ വേറെന്തെങ്കിലും കളങ്ങളിലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം അയാളെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞ് അവനൊരു ആംഗ്യം കാണിച്ചു. അത് കണ്ടപ്പോൾ എനിക്കും എന്തോ പോലെ തോന്നി, സത്യമാണെന്ന് തോന്നുന്നു. കാര്യം എൻ്റെ ഭർത്താവ് മറ്റു കാര്യങ്ങളെക്കാൾ കൂടുതൽ ആസ്വദിക്കുന്നത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ്. അവൻ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കുറേ നേരം ചിലവിടാറുണ്ട്. ചേച്ചിയുടെ ഭർത്താവിൻ്റെ സ്വഭാവമായിട്ട് ഈ പറഞ്ഞ സംഭവം ഒന്ന് കണക്ട് ചെയ്ത് നോക്കിക്കേ. നടുക്കടലിൽ ചെന്നാലും നായ നക്കിയല്ലേ കുടിക്കൂ ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കറക്റ്റായിട്ട് തോന്നി, അവൻ പറഞ്ഞത് കറക്റ്റാണ്. എൻ്റെ ഹൃദയം തകർന്നു. എൻ്റെ അമ്മായിമ്മ ഇത്രയും വലിയൊരു പുള്ളിയായിരിക്കുമെന്ന് എനിക്കൊരിക്കലും വിചാരിച്ചില്ല. അവരുടെ മൂടുപടത്തിനുള്ളിൽ നിന്ന് അവർ ഇവിടെ വലിയൊരു പ്രവൃത്തി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ മുഖം കണ്ട് അവൻ പറഞ്ഞു,
ഒരിക്കലും ഈ കാര്യങ്ങളൊന്നും അവരോട് ചോദിക്കരുത്. ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചേച്ചി വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പറ്റും. നിങ്ങളുടെ വിവാഹ ജീവിതം കുളമാകുമെന്ന്. ഞാൻ പറഞ്ഞു ഇല്ല, ഞാനൊന്നും ചോദിക്കില്ലെന്ന്. എങ്കിലും ഈ കാര്യങ്ങളൊന്നും പറയാതെ ഞാൻ അമ്മയോട് ചോദിച്ചു. അമ്മേ, ഞാൻ അവനുമായിട്ട് സംസാരിച്ചു. അവൻ ഇതെല്ലാം ഏറ്റു പറഞ്ഞു അമ്മയുമായിട്ട ബന്ധമെന്ന്. അപ്പം അമ്മ പറഞ്ഞു അത് നിനക്ക് നേരത്തെ അറിയാമല്ലോ. എന്നാലും എൻ്റെ അമ്മ എന്തിനാണ് ഇങ്ങനെ കാണിച്ചത്? എന്ത് കാണിക്കാനാണ്? എൻ്റെ ആവശ്യങ്ങൾക്ക് അവനെ കിട്ടി, അത്രയേ ഉള്ളൂ. അവൻ വന്നു പോയി. അപ്പോഴേക്കും അമ്പിളി കണ്ടു. അതോടുകൂടി ചെക്കൻ വരവും നിർത്തി. എന്ത് ചെയ്യാനാണ് എൻ്റെ ഗതികേട്? അമ്മ ഇങ്ങനെ ഒരാളാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. നീ പിന്നെന്താ വിചാരിച്ചത് ഞാൻ സത്യഭാമയാണെന്നോ? എന്നാലും അമ്മേ, സ്വന്തം മകനെ പോലും എന്ന് പറഞ്ഞപ്പം ആരായിട്ട് നിന്നോട് പറഞ്ഞെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അവനെല്ലാം എന്നോട് പറഞ്ഞു എന്ന്. അവനോട് ഞാൻ കഥകൾ പറഞ്ഞായിരുന്നു. അതിനിപ്പോൾ എന്താണ്? എൻ്റെ മകൻ, അവനെ പലപ്പോഴും ഞാൻ ചൊൽപ്പടിക്ക് നിർത്തും. അത് നിനക്കെന്താടി? നിൻ്റെ ഭർത്താവിനെ വിട്ടിട്ട് നീ ഇവിടെ നിൽക്കുന്നു. മിടുക്കിയാണെങ്കിൽ അവൻ്റെ അടുത്ത് പോയി താമസിക്ക്. എന്നിട്ട് അവൻ്റെ കുഴപ്പങ്ങളൊക്കെ നീ മാറ്റിയെടുക്കും. എൻ്റെ ഭർത്താവിനൊരു കുഴപ്പമില്ല, എനിക്കറിയാവുന്നല്ലേ. എടീ, നിൻ്റെ ഭർത്താവിന് കുഴപ്പമുണ്ടോയെന്ന് നിന്നേക്കാൾ മുന്നേ എനിക്കറിയാം. അവന് കുഴപ്പം മാത്രമേ ഉള്ളൂ. നീയാണെങ്കിൽ ഒരു പൊട്ടി. നിൻ്റെ ജീവിതത്തിൽ നല്ല കാര്യങ്ങളൊന്നും നടക്കില്ല. കോന്തനും കെട്ടിയിൽ നടക്കും. അമ്മയല്ലേ മുൻകൈ എടുത്ത് എന്നെ കല്യാണം കഴിപ്പിച്ച് അങ്ങേർക്ക് കൊടുത്തത്. അത് പിന്നെ എൻ്റെ മോൻ രക്ഷപ്പെട്ടോട്ടെന്ന് വിചാരിച്ചിട്ടാണ്. നീ സഹിച്ചു, അതിന് എനിക്കെന്താണ്? നീ പദവ്രതയായിട്ടിരുന്നു, എനിക്കൊരു പ്രശ്നവുമില്ല. ഉള്ളത് കൊണ്ട് നീ തൃപ്തിപ്പെട്ടോ, എനിക്കെന്താ? പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം. ഒരു പ്രസവം കഴിയുമ്പോഴേക്കും അമ്മേ, കാട്ടിൽ കൊമ്പനാനയുണ്ടോ എന്ന് ചോദിച്ചിട്ട് നീ എൻ്റെ അടുത്ത് വരില്ലെന്ന് പറഞ്ഞു. പച്ചക്കുള്ള വർത്തമാനം കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. ശരി, ഞാൻ ചേട്ടൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. നല്ലത്. അജേഷിനപ്പോൾ വരാൻ എളുപ്പമായി. നീ ഉള്ളത് കൊണ്ടാണ് അവൻ പുറകിലത്തെ മതിൽ ചാടി കടന്നത്. മുൻവശത്തോടെ വരാനായിരുന്നെങ്കിൽ ഒരു പ്രശ്നവുമില്ലായിരുന്നു. അമ്പിളിയും കാണില്ലായിരുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെയെങ്കിൽ ഞാൻ പോകുന്നില്ല, സമ്മതിക്കില്ലെന്ന്. ഇതാണ് പറഞ്ഞത്, പശുവിട്ട് തിന്നത്തുമില്ല, പട്ടിയെ കൊണ്ട് തീറ്റിക്കത്തുമില്ലെന്ന്. അമ്മയ്ക്ക് എന്താ ഉദ്ദേശം? എനിക്കൊരു ഉദ്ദേശമില്ല, നല്ല ജോളിയായിട്ട് പോവുക എന്ന് പറഞ്ഞു. അന്ന് ഞങ്ങൾ വഴക്കുണ്ടാക്കി മിണ്ടാതിരുന്നു. പിന്നീട് ഞാൻ പറഞ്ഞു, അമ്മേ, ഞാൻ ഡൈവോഴ്സ് ചെയ്ത് പോവുകയാണ്. മകനോട് അമ്മയുടെ കാര്യമില്ല പറയാൻ പോകണമെന്ന്. അമ്മ ഇങ്ങനെ ആയതിന് മകൻ എന്ത് പഠിച്ചു? അതല്ല പഴയ ഹിസ്റ്ററി. എങ്കിൽ നീ ഡൈവോഴ്സ് ചെയ്തു, അവനൊരു പ്രശ്നമില്ല. അവൻ ഞാൻ പറഞ്ഞ പോലെ കേൾക്കുകയുള്ളൂ. നീ പോയി ഒരു 2ാം കെട്ടുകാരനെ കല്യാണം കഴിക്കുക. ഒരു 50-60 വയസ്സുള്ള കിളവനെ നിനക്ക് കിട്ടും. എടീ, നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിനക്ക് ജീവിതത്തിൽ ഒരു ഗുണവും ഭവിക്കില്ല. കാര്യം, ജീവിതം എന്ന് പറയുന്നത് ആഘോഷിക്കാനുള്ളതാണ്. മറ്റുള്ളവർ പറഞ്ഞ് നോക്കിയിരുന്നു കഴിഞ്ഞാൽ അതിനെ നേരം കാണുകയുള്ളൂ. നിനക്കൊരു കാര്യം അറിയാമോ? എന്തായാലും നിന്റെ ഭർത്താവ് കാണാൻ സുന്ദരനാണ്, പക്ഷേ ഫീച്ചേഴ്സ് ഒത്തിരി കുറവാണ്. പക്ഷേ ഇവനാണെങ്കിൽ ലക്ഷണം തികഞ്ഞ ഒരു പുരുഷനാണ്. അപ്പോൾ അതിൻ്റെതായ ഫീച്ചേഴ്സുമുണ്ട്. ഫീച്ചേഴ്സ് അറിയാത്തതുകൊണ്ട് നിൻ്റെ ഭർത്താവിൻ്റെ വശത്ത് നിന്ന് നീ ശീലാവധി ചമയുന്നു. പക്ഷേ ഒന്നിലധികം ആൾക്കാരെ എനിക്കറിയാവുന്നത് കൊണ്ട് ഏതാണ് നല്ലത്, ഏതാണ് സ്യൂട്ടബിൾ ആകാത്തത് എന്ന് എനിക്ക് നന്നായിട്ടറിയാം. അത്രയേ ഉള്ളൂ കാര്യം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഒന്നുകിൽ നീ എൻ്റെ കൂടെ നിൽക്കുക, അല്ലെങ്കിൽ നീ ശ്രദ്ധിക്കാതിരിക്കുക. എന്തായാലും അവനെ ഞാനിനി മുൻവശത്തോടെ തന്നെ ഇവിടെ ക്ഷണിക്കും. നീ ഇനി എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും നാട്ടുകാർ അറിഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ലെന്ന്. ഞാൻ പറഞ്ഞ അവൻ കല്യാണം കഴിച്ചു, കുട്ടികൾ പോലും ആയിട്ടില്ല. അവൻ്റെ വിവാഹബന്ധം ഇതറിഞ്ഞാൽ മുടങ്ങുമെന്ന്. മുടങ്ങട്ടടി, അവന് ഇഷ്ടമാണ്, അതുകൊണ്ടല്ലേ വരുന്നത്. നീ പോയി നിന്റെ പാട് നോക്കാൻ പറഞ്ഞു. പിന്നീട് അമ്മായിയമ്മ അവനെ വിളിച്ചു വരുത്തി. മുൻവശത്തൂടെയാണ് അവൻ വരുന്നത്. ആരറിഞ്ഞാലും അമ്മായിയമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. ഭർത്താവ് നേരത്തെ മരുന്ന് കഴിച്ച് കിടന്നുറങ്ങും. അമ്മായിയമ്മയുടെ സാമ്രാജ്യമാണത്. ഞാൻ മുറിക്കുള്ളിലാണല്ലോ. എങ്കിലും ഈ ഒരു കാര്യം കഴിഞ്ഞതിൽ പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകും അവരുടെ റൂമിൻ്റെ മുന്നിലേക്ക്. ആ സമയത്ത് അവിടുത്തെ കോലാഹലങ്ങൾ ഞാൻ തിരിച്ചറിഞ്ഞു. ഒരു 10-12 വട്ടമായി കഴിഞ്ഞപ്പോഴേക്കും എനിക്കിരിക്കപ്പുറത്തില്ലാതെ ഞാൻ തട്ടി വിളിച്ചു. ആ സമയത്ത് അമ്മായിമ്മ വന്ന് മുറി തുറന്നിട്ട് പറഞ്ഞു, എടി, നീ വരുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിൻ്റെ സ്വഭാവവും എൻ്റെ സ്വഭാവമായിട്ട് നന്നായിട്ട് ചേർച്ചയുണ്ട്. നീ ഇങ്ങനെ നല്ലവളി ചമഞ്ഞിരിക്കുന്നു, ഞാൻ നല്ലവളി ചമഞ്ഞിട്ട് എൻ്റെ യഥാർത്ഥ കാര്യങ്ങൾ നടത്തിയെടുക്കുന്നു. വാ മോളെ അകത്തേക്കെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവൻ ജിമ്മിലൊക്കെ പോകുന്ന ഡ്രസ്സ് പോലെ ഒരു ഡ്രസ്സ് ഇട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അവനെ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. അവരുടെ 1ാം അംഗം കഴിഞ്ഞെന്ന് തോന്നുന്നു. അപ്പോഴേക്കും അമ്മായിമ്മ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം മോളെ, ഞാൻ തൽക്കാലം നിൻ്റെ റൂമിൽ പോയി കിടക്കാം. നീ ഇവനുമായിട്ടൊന്ന് സംസാരിക്കുക. വേണ്ട, ഞാൻ അതിലല്ല പൊട്ടിയത്. പിന്നെ നീ എന്തിനാണ് പൊട്ടിയത്? മനുഷ്യരെ ശല്യപ്പെടുത്താനോ? കയറി പൊടിയകത്ത് എന്ന് പറഞ്ഞ് എന്നെ പിടിച്ച് തള്ളിയിട്ട് അമ്മായിയമ്മ മുറി അടച്ചിട്ട് എൻ്റെ മുറിയിലേക്ക് പോയി. അവൻ പറഞ്ഞു, ചേച്ചി ഇവിടെ ഇരിക്കുക, നമുക്ക് സംസാരിച്ച് പറഞ്ഞിരിക്കാമെന്ന്. കുറച്ച് സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞു, ചേച്ചിയുടെ അമ്മായിയമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് ചേച്ചിക്ക് യഥാർത്ഥത്തിലുള്ള ചില എക്സ്പീരിയൻസുകൾ ആവശ്യമാണെന്ന്. അതുകൊണ്ട് ചേച്ചി എന്നെ അനുവദിക്കുമെന്ന് ചോദിച്ചു. ആദ്യമൊന്നും ഞാൻ മിണ്ടിയില്ല.
എൻ്റെ മൗനം സമ്മതമായി അവന് തോന്നി. അവൻ എന്നെ ഉൾക്കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുകയായിരുന്നു. ഞാൻ ഉൾക്കാടുകൾ കാണാത്തൊരു പെൺകുട്ടിയാണെന്ന് എനിക്ക് തോന്നി. കാട്ടുചോലയിൽ വെള്ളം കുടിക്കാൻ വന്ന കൊമ്പൻ തിരിച്ചു മറിച്ച് വെള്ളം കലക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവൻ്റെ കുസൃതിയായിരിക്കും. കൊമ്പനല്ലെങ്കിലും വലിയൊരു വമ്പനും കുസൃതിക്കാരനുമാണല്ലോ എന്ന് ഞാൻ ഓർത്തു. പക്ഷേ യഥാർത്ഥത്തിൽ അവൻ്റെ ശൗര്യം കണ്ടപ്പോൾ ഞാൻ അമ്പരന്നു പോയി. അവനെന്നെ ആക്രമിക്കുമോ എന്ന് ഞാൻ ഭയന്നു. പക്ഷേ അവൻ എന്നോട് പറഞ്ഞു, ആക്രമിക്കില്ല, നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാമെന്ന്. എങ്കിലും എനിക്കൊരു ഭയമുണ്ടായിരുന്നു. കാട്ടാനകളെ നമ്മൾ ഭയക്കണ്ടേ മാഡം? ഞാനവന് വഴിയൊരുക്കി കൊടുത്തു. കൊമ്പൻ വന്നോട്ടെ, അവൻ ശാന്തനായി പോയിക്കോളൂന്ന് ഞാൻ കരുതി. പക്ഷേ കൊമ്പൻ എപ്പോഴും കൊമ്പനായതുകൊണ്ട് ഭയങ്കര ശൗര്യമായിരുന്നു. അവൻ ചവിട്ടി മെതിച്ചാണ് മുന്നോട്ട് പോയത്. വേണ്ട വേണ്ടെന്ന് ഒത്തിരി ഞാൻ പറഞ്ഞു നോക്കി. അപ്പോഴല്ല അവൻ പറഞ്ഞത്, ചേച്ചി ഇങ്ങനെ പറഞ്ഞാൽ ഒന്നും ജീവിതത്തിൽ നന്നായി ഭവിക്കില്ല. ചേച്ചിക്ക് യഥാർത്ഥത്തിലുള്ള വഴിത്താര ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. ആ വഴിത്താരയിൽ ഞാൻ ഏകാകിയായിരുന്നു തോന്നി. ആദ്യം ഞാൻ ഉറക്കക്കരഞ്ഞു. പക്ഷേ കൊമ്പൻ എന്നെ ഒറ്റടി പാതയിൽ നിന്നും മെയിൻ റോഡിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ സന്തോഷത്താൽ ചിരിക്കാൻ തുടങ്ങി. പിന്നീട് ഞങ്ങൾ ഹൈവേ കൂടിയുള്ള ഒരു യാത്രയായിരുന്നു. അതോടുകൂടി എൻ്റെ സന്തോഷം മാത്രമായി അവിടെ. എനിക്ക് അമ്മായിമ്മയോടുള്ളിൽ 100 നന്ദി പറയേണ്ടി വന്നു. എൻ്റെ ഭർത്താവിനെ എടുത്ത് ചവറ്റുകുട്ടയിലോ രാജസ്ഥാൻ മരുഭൂമിയിലോ എറിഞ്ഞു കളയാൻ പോലും എനിക്ക് തോന്നി മാഡം. പിന്നീട് അമ്മായിമ്മ എനിക്ക് എല്ലാ ദിവസവും 2ാമത്തെ ഭാവത്തിലേക്ക് ഒരു സെഷൻ അനുവദിച്ചു തന്നു. അതുകൊണ്ട് എൻ്റെ ജീവിതവും ധന്യമായി കടന്നു പോകുകയായിരുന്നു. ഇപ്പോഴെന്താണ് പ്രശ്നം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കവനോട് അമിതമായ പ്രേമമാണ്, ആരാധനയാണ്. എൻ്റെ ഭർത്താവിനെയോ അമ്മായിമ്മയോ ഒന്നും ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല മാഡം. എനിക്ക് അവൻ്റെ കൂടെ ജീവിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഇത്രയും സുന്ദരനെയൊന്നും എനിക്കിനി കിട്ടില്ല മാഡം. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാൻ അവനോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ പറഞ്ഞത് അത് വളരെ റിസ്ക് ആണെന്നാണ്. ഒന്നാമത് അവൻ പ്രേമിച്ച് കല്യാണം കഴിച്ചാണ്. അവർ എല്ലാം ഒന്ന് ഒത്തുവരുന്നതേ ഉള്ളൂ. പക്ഷേ അവന് അവളേക്കാൾ ഇഷ്ടം എന്നെയാണെന്ന് പറഞ്ഞു. ഭാവിയിൽ അവൻ്റെ കൂടെ ചെല്ലണം എന്നൊക്കെയാണ് പറഞ്ഞത്. ഒരു 2-3 വർഷം സാവകാശം ചോദിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ മനസ്സ് നീറിപ്പോകുകയാണ്. അവൻ എൻ്റെ ഭർത്താവായിട്ട് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു മാഡം. ആ തോന്നൽ ഒരു തെറ്റാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് തെറ്റല്ല, അതൊക്കെ അങ്ങനെ തോന്നാം. കാര്യം ഇഷ്ടമുള്ളൊരു പുരുഷൻ, അവസരങ്ങളുണ്ട്, കണ്ടം ചാടുന്നു, വേലി ചാടുന്നു ഒക്കെ നമുക്ക് തോന്നാം. പക്ഷേ ആ തോന്നലുകൾ യഥാർത്ഥമാക്കാൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ചാട്ടവാറ് വെട്ടി നടുവിനിട്ട് 2 അടി അടിക്കണം. കാര്യം ആ ചെക്കൻ ഓൾറെഡി കല്യാണം കഴിച്ച അവനെപ്പോലെയുള്ള ആണുങ്ങളാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്. എത്ര പേരുടെ ജീവിതമാണ് ഈ ചെക്കന്മാരൊക്കെ തകർക്കുന്നത്. ആ ചെക്കൻ പ്രേമിച്ച് കല്യാണം കഴിച്ചു. ഇവൻ എന്തിനാണ് പ്രേമിക്കാൻ പോയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ യാതൊരു യോഗ്യതയില്ലാത്തൊരു കുടുംബനാഥനാണ് അവൻ. 100 പെണ്ണുങ്ങളുടെ കൂടെ അവൻ ഇങ്ങനെ പോകുന്നു. കാര്യം അവന് സൗന്ദര്യമുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കുക, അവനിങ്ങനെ ഒത്തിരി കണക്ഷൻസ് കാണും. അവൻ്റെ സൗന്ദര്യം കണ്ട കുറേ ആളുകൾ മോഹിച്ചും കാണും. നിങ്ങളോ നിങ്ങളുടെ അമ്മായിയമ്മയോ ഒന്നുമല്ല ഈ ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരികൾ. അവന് ഇനിയും 3-4 വർഷങ്ങൾക്കിടയിൽ ധാരാളം സുന്ദരികൾ വരാനിരിക്കുന്നു, പോകാനിരിക്കുന്നു. ഞാൻ പറഞ്ഞത് ഇത്തരം കാര്യങ്ങൾ കേട്ട് സ്വന്തം ജീവിതം തകർത്ത് ഭർത്താവിനെ വഞ്ചിച്ച് ഒന്നാമതേ നിങ്ങളുടെ വീട് കുളമാണ്. ഇവൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടാകില്ല. ഉള്ളതുകൂടി പോകും എന്നുള്ളതല്ലാതെ ഒരു ഗുണവുമില്ല. പ്രേമിക്കുന്നുണ്ടോ, ഓക്കെ, അങ്ങ് സമ്മതിച്ചു, ഇഷ്ടം തോന്നി, അവൻ വല്ലപ്പോഴും വരുന്നുണ്ടല്ലോ, അതിനെ ഭാഗ്യമെന്ന് കരുതുക. അതല്ലാതെ വേലി ചാടിപ്പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല. അവിടെ പോയി അവന് കഞ്ഞിയും കറിയൊക്കെ വെച്ച് കൊടുക്കുന്ന സമയത്ത് അവൻ നടുവിന് തൊഴിക്കും. അന്ന് കരഞ്ഞുകൊണ്ട് മുങ്ങിക്കൊണ്ട് തിരിച്ചു വരേണ്ടിയും വരും. ഇത്രയേ ഉള്ളൂ കാര്യം. ദൂരെ നിന്ന് നോക്കുമ്പോൾ എല്ലാം അക്കരെ പച്ച ഇക്കരെ പച്ച, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് പോകാതിരിക്കുകയാണ് നല്ലത്. ഇത്തരം ബന്ധങ്ങളും ഒരു ഗുണവും നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുകയില്ല. ആദ്യം അമ്മായിയമ്മയായിരുന്നു നല്ല സ്ത്രീ, പിന്നെ നിങ്ങളായി. എന്തൊക്കെയാണിത്? ഇതിലേക്ക് ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ? കിട്ടുന്ന സമയമൊക്കെ നല്ല സൗഹൃദത്തിലിരിക്കുകയാണെങ്കിൽ ഓക്കെ. അതല്ലാതെ ഇതിൻ്റെ പുറകെ കല്യാണം കഴിക്കണം, ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് എന്താണിത്? ഇത്തരം വിഡിതങ്ങൾ ഒഴിവാക്കുക. എന്നിട്ട് ജീവിതത്തിൽ പ്രാക്ടിക്കൽ മെൻറ്റാലിറ്റി കൊണ്ടുവരിക. എനിക്ക് അത്രേ പറയാനുള്ളൂ. വഴി പിഴച്ച് നടക്കരുതെന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റില്ല. കാര്യം ഓൾറെഡി അവിടെ എല്ലാം ഗുലുമാലാണ്. എങ്കിലും കല്യാണം എന്ന് പറയുന്ന കാര്യം നിങ്ങളുടെ ഭർത്താവുമായിട്ട് നിലനിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇവൻ്റെ കൂടെ കല്യാണം കഴിച്ചു കൊണ്ട് എന്ത് കാര്യം സാധിക്കാനാണ്? ഒരു ചുക്കും ചുണ്ണാമ്പും ഇല്ലാത്തത് കൊണ്ട് കിട്ടിയ ഭാഗ്യദിനങ്ങൾ ആസ്വദിച്ച് ജീവിക്കുക. അവനെവിടെയെങ്കിലും പോകുകയോ വരിക എന്തെങ്കിലും ചെയ്തോട്ട് അവനിൽ നിങ്ങൾ ജീവിതം കാണാതിരിക്കുക. അതാണ് ബെറ്റർ.